ഹലോ, വെൽക്കം ടു ലൈഫ് വിത്ത് റൂട്ട്സ്. അപ്പോൾ നമ്മൾ ഇന്നത്തെ വീഡിയോ എന്ന് പറയുന്നത് നമ്മുടെ കുറ്റിക്കുരുമുളക് നമ്മൾ കൊറിയർ ചെയ്യാൻ പോവുകയാണ്. അപ്പം നമ്മുടെ യൂട്യൂബിലെ വീഡിയോസൊക്കെ കണ്ടിട്ട് ഒരു കണ്ണൂരിൽ നിന്ന് ഒരു കൂട്ടം ആൾക്കാരാണ് നമ്മളെ കോൺടാക്റ്റ് ചെയ്തത്. അവർക്ക് ഈ കുരുമുളകിൻ്റെ തൈകൾ കൊറിയർ ചെയ്ത് കൊടുക്കാമോ എന്ന് ചോദിച്ചു. അപ്പം അങ്ങനെ നമ്മൾ ഫസ്റ്റ് ടൈം കൊറിയർ ചെയ്ത് കൊടുക്കാൻ പോവുക കേട്ടോ. അപ്പോൾ ഈ വലിപ്പത്തിലുള്ള കുരുമുളകാണ് നമ്മൾ കൊറിയർ ചെയ്യാൻ പോകുന്നത്. അപ്പോൾ ഇത് കൊറിയർ അയച്ച് അവിടെ ചെന്ന് കഴിഞ്ഞാൽ ഇതെന്ത് ചെയ്യണം, അതായത് ആ ബോക്സിൽ നിന്നത് എടുത്തതിന് ശേഷം ഈ കുരുമുളകിനെ നമ്മൾ എങ്ങനെ പരിപാലിക്കണം എന്നുള്ളൊരു വീഡിയോയാണ് ഇന്ന് നമ്മൾ ചെയ്യാൻ പോകുന്നത്. അപ്പോൾ അതിന് എൻ്റെ കൂടെ അച്ഛൻ ഇവിടെ നിൽപ്പുണ്ട്, ഒരു കുടയൊക്കെ ചൂടി, കാരണം മഴയാണ് ഇവിടെ. അപ്പോൾ അച്ഛ, ഇതിൻ്റെ നമ്മൾ അവിടെ ചെന്ന് കഴിയുമ്പം ഈ ബോക്സിൽ നിന്ന് ഇതെടുത്ത് ഇതിനെ വേറെ ചട്ടിയിലേക്ക് വെക്കണോ, അതെയോ അതിന് വെള്ളം ഒഴിക്കണോ എന്നൊക്കെ ഉള്ളതാണ്. ഇപ്പം മഴയൊക്കെ ആണല്ലോ, അപ്പം മഴയത്ത് ഇത് വെച്ചാൽ മതിയോ അതെയോ തണുപ്പത്ത് വെക്കണോ, എങ്ങനെയാണ്? ഇത് മഴയത്ത് വെച്ചാൽ മതി. മഴയുണ്ടെങ്കിൽ മഴയത്ത് വെച്ചാൽ മതി, നനയ്ക്കേണ്ട ആവശ്യമില്ല. ആ മഴ എന്ത് നനഞ്ഞോളൂ. മഴയില്ലെങ്കിൽ വെള്ളം ഒഴിക്കണം തണുപ്പത്ത് വെച്ചിട്ട്. ഇനി എപ്പോഴാണ് ഇതിനെ ഈ ചട്ടിയിൽ നിന്ന് വേറൊരു ചട്ടിയിലേക്ക് മാറ്റണേ? ഈ ചട്ടിയിലോട്ട് ഇനി അടുത്ത ചട്ടിയിലോട്ട് മാറ്റണമെങ്കിൽ നമുക്ക് അങ്ങനെ പ്രത്യേക സമയമൊന്നുമില്ല. നമുക്ക് ഇഷ്ടമുള്ളപ്പോൾ മാറ്റിയാൽ മതി. ഒരു മാസം 1.5 മാസം വരെ ഇതിനകത്ത് തന്നെ നിന്നോളും, കുഴപ്പമില്ല. 1.5 മാസം കഴിയുമ്പോൾ നമ്മൾ പിന്നെ ഒരു ഈ വലിപ്പമൊക്കെ ഉള്ള ചട്ടിയിലേക്ക് മാറ്റിയാൽ മതി. ഈ വലിപ്പമുള്ള ചട്ടിയിലൊക്കെ മാറ്റാം. അല്ല, ഇതിന്റെ മുഴുത്ത ചട്ടിയിലോട്ട് മാറ്റുവാണെങ്കിൽ പിന്നെ റിപ്പോർട്ട് ചെയ്യാൻ വേറെ മാറ്റണ്ട. ഓക്കെ. അപ്പൊ മാറ്റുമ്പോൾ നമ്മൾ എന്തൊക്കെ സാധനങ്ങളാ ചേർക്കേണ്ട? അതിൻ്റെ അകത്ത് വളമൊക്കെ ആയിട്ട് എന്തെങ്കിലും ഇടണം? ചാണകപ്പൊടി, മണ്ണ്, കക്കാപ്പൊടി, അത്ര ഇട്ടാൽ മതി. അത്ര ഇട്ടിട്ട് മിക്സ് ചെയ്ത് അതിൻ്റെ അകത്തേക്ക് എടുത്ത് വെച്ചാൽ മതി അല്ലേ? അപ്പൊ അങ്ങനെ മാറ്റി കഴിഞ്ഞിട്ട് പിന്നെ നമ്മൾ ഇടയ്ക്ക് എന്തെങ്കിലും വളം എന്തെങ്കിലും ചെയ്യേണ്ടതുണ്ടോ? ഇടയ്ക്ക് വളം ചെയ്യണമെന്ന് വെച്ചാൽ മാസത്തിലൊരിക്കൽ വളം ചെയ്യണം. എന്ത് വളം ഇടണ്ടേ? നമുക്ക് ഒന്നെങ്കിൽ ഫാക്ടംബോസ് ഇടാം. അത് 1 ടേബിൾ സ്പൂൺ ഇടാവുള്ളൂ ഒരു ചട്ടിയിൽ. ഓക്കെ. മാസത്തിലൊരിക്കൽ. അല്ലെങ്കിൽ നമ്മൾ പിന്നെ 18 ഇടാം. അങ്ങനെ എന്ത് വളം വെള്ളം ചെയ്യാം. വളം ഇട്ടെങ്കിലും മാത്രമേ ഇത് ജൈവവളമാണെങ്കിലും മതി. ജൈവവളമാണെങ്കിലും മതി. രാസവളം ഇട്ടുന്നവർക്കൊന്നും കുഴപ്പമില്ല, ഓവറായിട്ട് ഇടരുത്. അപ്പം നമുക്ക് എന്നത്തേക്ക് ഇതിന്റെ തിരിയൊക്കെ പ്രതീക്ഷിക്കാം? തിരി നമ്മളൊരു 3 മാസം എങ്കിലും ചെടി ഒരുമാതിരി ആയിട്ടേ നമ്മൾ തിരി പിടിപ്പിക്കാവുള്ളൂ. ഈ വലുപ്പത്തിന് അടുത്തായിട്ട് തിരി പിടിപ്പിക്കാവുള്ളൂ. അത് കഴിയുമ്പോൾ തന്നെ തിരിയെല്ലാം കളയണം, പറിച്ചു കളയണം അല്ലേ? പറിച്ചു കളയണം. ഈ വലുപ്പമായിട്ട് തന്നെ ഇപ്പം നമ്മൾ തിരി പിടിപ്പിച്ചേക്കുന്നത്. ഈ വലുപ്പമായിട്ട് തിരി പിടിപ്പിക്കുകയുള്ളൂ. ഈ വലുപ്പമായിട്ട് തിരി പിടിപ്പിച്ചില്ലാത്ത കുഴപ്പം ചെടി വളരില്ല. 1, 2, 5, 10 തിരി ഉണ്ടായി കഴിയുമ്പോൾ ഈ തിരിയിലേക്ക് എടുക്കണ വളം മുഴുവൻ തളുക്കൂല. ഇത് കണ്ടോ, ഇപ്പം എന്ത് കണ്ടില്ല, ഇതുണ്ടോ, ഇത് മുഴുവൻ എന്തേ ഇപ്പോഴത്തെ തളുപ്പ് തന്നെ ഉണ്ടോ? ഇതെല്ലാത്തിലും തളുപ്പ് തന്നെ. പുതിയ ഇത് കണ്ടോ, ഇതൊക്കെ മുട്ടച്ച് തളുപ്പ് തന്നെയാണ് ഇത് മുഴുവൻ. ഇതൊക്കെ എത്ര നാളായ കൊടിയാ? ഇതിപ്പോൾ ഒരു 5-8 മാസമായിട്ടുള്ളൂ. ഓക്കെ. ഇതൊരു വർഷമായതായി നിൽക്കുന്നത്. ഇതുകൊണ്ട് ഇതിൽ നിറച്ച് മുളക് പിടിക്കുന്നത്. ഇപ്പോൾ തളുപ്പ് തന്നെ ഉണ്ടോ? നമ്മൾ വളം ചെയ്താലേ തളുക്കുള്ളൂ. ഇതുകൊണ്ട് പൊടി പൊടിയായിട്ട് തളുപ്പും തിരിയും. ഒരേല വന്നാൽ തിരിയായിട്ടാണ് വരുന്നത്. ഇതെല്ലാം തളുപ്പ് തന്നെ ഉണ്ടോ? ഇതിലൊക്കെ തളുപ്പ് തന്നെ ഉണ്ടല്ലോ. വളം ചെയ്തില്ലെങ്കിൽ തളുപ്പില്ല. അപ്പോൾ ഒരു 3 മാസമൊക്കെ ആകുമ്പോഴത്തേക്കും നമ്മുടെ ഈ മഴക്കാലമൊക്കെ അങ്ങ് തീരുമല്ലോ. അപ്പോഴത്തേക്കും പിന്നെ ഒരു വെയിലൊക്കെ ആകുമ്പോൾ ഇതിനെ വെയിലത്തേക്ക് എടുത്ത് വെക്കണോ? ഇത് വെയിലത്ത് കഠിനമായ വെയിലത്ത് വെച്ച് കഴിഞ്ഞാൽ ഇല പൊള്ളിപ്പോകും. ഓക്കെ. അപ്പം നമ്മൾ നല്ല വെയിലുള്ള സ്ഥലമാണെങ്കിൽ പച്ചനെറ്റ് കെട്ടി കൊടുക്കാം. 50% നമ്മൾ ഈ ചെയ്തേക്കണ പോലെ നമ്മളിപ്പോൾ ഇവിടെ കണ്ടോ, ഇങ്ങനെ പച്ചനെറ്റ് കെട്ടി കൊടുത്തേക്കാണ്, ഒത്തിരി വെയിലടിക്കാതെ. ഒരു ആവറേജ് വെയിലാണ് ഇപ്പം ഇതിൻ്റെ അകത്ത് കൊള്ളത്തുള്ളൂ. അപ്പം അതുപോലെ ചെറിയ ഷെയ്ഡിൻ്റെ ഷെയ്ഡിൽ വെച്ചാൽ നെറ്റ് കെട്ടണ്ട. ഓക്കെ. എന്നിട്ട് നമ്മൾ ഡെയിലി വെള്ളം ഒഴിക്കണോ? ഡെയിലി വെള്ളം ഒഴിക്കണം. വെള്ളം ഒഴിച്ച് നമ്മൾ വളം കൊടുക്കുന്നതോറും ഇതിന് കാ കൂടിക്കൊണ്ടേ ഇരിക്കും. നമ്മളിതിൻ്റെ പരിചരണം പോലെ ഇരിക്കും. എന്നും കായ്ക്കണമെങ്കിൽ നന്നായിട്ട് പരിചരിച്ചാൽ എന്നും തളുപ്പും കായും എന്നും ഉണ്ടാവും. ഇതിപ്പോൾ ഇതാണ് നമ്മൾ കൊറിയർ അയക്കാൻ വേണ്ടി വെച്ചേക്കണ സാധനം കേട്ടോ. നമ്മളിത് 2 ബോക്സിലായിട്ട്, ഈ ഒരു ബോക്സിൽ 5 എണ്ണം, ഇതിൻ്റെ അകത്ത് ഒരു 5 എണ്ണം അങ്ങനെ സെറ്റ് ചെയ്ത് വെച്ചേക്കും ഇത്. അപ്പോൾ ഞങ്ങളുടെ ഇന്നത്തെ ഈ കൊറിയർ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ നിങ്ങൾ ലൈക്ക് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക, കൂടെ ഷെയറും ചെയ്യുക. ഓക്കെ, ബൈ.